യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം, പ്രത്യേകിച്ച് ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള വാക്യങ്ങളാണ്. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഞാനാകുന്നു നിത്യജീവന്റെ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവന് ജീവൻ ഉണ്ടാകില്ല എന്ന് പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. ഈ വചനം കേട്ടിട്ട് പലരും പറയുന്നുണ്ട്, ഇത് വചനം കഠിനമാണ്, ആർക്ക് വിശ്വസിക്കാൻ സാധിക്കും? പക്ഷേ ഈശോയുടെ ഏറ്റവും വലിയ സ്നേഹം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദിവ്യകാരുണ്യമാണ്. കാരണം ഈ ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത് തൻ്റെ ഹൃദയം തന്നെയാണ്. ഒരുപാട് ശാസ്ത്രീയ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അത് നമുക്ക് തെളിവായിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ട് പരിശോധിച്ച അത്ഭുതങ്ങൾ അവിടെയൊക്കെ കൃത്യമായിട്ട് പറയും, ഈ മാംസകഷ്ണം ഈശോയുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭാഗത്ത് ഈശോ തന്റെ ഹൃദയം പറിച്ചാന്നറിയും. അതിന്റെ അപ്പുറത്തേക്കും ഈശോയ്ക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല. അത്രമാത്രം വലിയൊരു സ്നേഹമാണ് നമ്മൾ അനുദിനം അർപ്പിക്കുന്ന ഈ ദിവ്യബലി അല്ലെങ്കിൽ ദിവ്യകാരുണ്യം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈശോ ദിവ്യകാരുണ്യത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ വലിയ തീഷ്ണതയോടെ പഠിപ്പിക്കുക. അതുകൊണ്ട് അവിടെ ഒരു കോംപ്രമൈസിനൊന്നും അർത്ഥങ്ങളില്ല. ഈശോ പറയും, എൻ്റെ ശരീരം ഈ അപ്പമാണ്, അപ്പം ഭക്ഷിക്കുന്നവന് ജീവനുള്ള. ഒരുപാട് ആളുകൾ ഈശോ ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ വൈദികനായ കാലഘട്ടത്തിൽ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സഭ വിട്ടുപോയ, പ്രത്യേകിച്ച് ഈ ദിവ്യകാരുണ്യത്തൊക്കെ ഉപേക്ഷിച്ചു പോയ പെന്തക്കോസ്തക്കാരെ പോലെയുള്ള മനുഷ്യരൊക്കെ അവരെയൊക്കെ പോയി ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരണം. പക്ഷേ എന്നാൽ ഈ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാമത്തെ വാക്യം ഇങ്ങനെ പറയുക, അവരിൽ വളരെ പേര് അവനെ വിട്ടുപോയി, പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നിട്ടില്ല. കാരണം ഇത് എഴുതിയത് യോഹന്നാനാണ്. കാരണം പറഞ്ഞൊരു വാക്ക ഒരുപാട് ആൾക്കാർ, കാരണം ശിഷ്യന്മാർ മാത്രമേ പിന്നീട് അവിടെ അവശേഷിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും പോയി. പക്ഷെ അവരൊന്നും പിന്നീട് ഒരിക്കലും, യോഹന്നാൻ പറയുക, അതായത് ഈശോയുടെ ഉയർപ്പിന് ശേഷം പോലും അവർ വന്നിട്ടില്ല. അതാണ് പിന്നീട് ഒരിക്കലും അവർ ഈശോയുടെ കൂടെ നടന്നിട്ടില്ല എന്ന് യോഹന്നാൻ അർത്ഥമാക്കുന്നത്. കാരണം ദിവ്യകാരുണ്യത്തെ ഉപേക്ഷിച്ചു പോകുന്നവനെ ഈശോയ്ക്ക് പോലും തിരിച്ചു വിളിക്കണില്ല ഈശോര. കാരണം ഈശോ പാപികളെ പുറകെ പോകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 100 ആടില് ഒരു ആട് നഷ്ടപ്പെട്ടാൽ 99 മാറ്റി വെച്ചിട്ട് ഒരാടിന്റെ പുറകെ പോകും. അങ്ങനെ ധൂർത്തപുത്രനാണെങ്കിൽ അവൻ തിരിച്ചു വന്നാൽ സ്വീകരിക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹത്തെ കുറിച്ചൊക്കെ ഈശോ പറഞ്ഞിട്ട്, ഈ ദിവ്യകാരുണ്യം ഉപേക്ഷിച്ചു വന്ന താൻ അപ്പമാണെന്ന് പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ സാധിക്കാതെ ഉപേക്ഷിച്ചു പോകുന്നവരെ ഈശോ തടയുന്നില്ല. കാരണം ഈശോ അവരോട്, മറ്റുള്ളവരോട്, അപ്പോസ്തലന്മാർ മാത്രമേ പിന്നെ അവശേഷിക്കുന്നുള്ളൂ, അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾക്കും പോകാൻ ആഗ്രഹിക്കുന്നു? അതായത് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നിങ്ങളും വേണമെങ്കിൽ പൊയ്ക്കോ. കാരണം ഈ ഞാൻ പറഞ്ഞ ഈ സത്യത്തിന് അതിനൊരിക്കലും ഒരു മാറ്റം ഉണ്ടാകില്ല. ഞാൻ ജീവന്റെ അപ്പമാണ്, എന്നെ ഭക്ഷിക്കണമെന്ന് പറഞ്ഞതിന് ഒരു വർഷത്തേക്ക് ഒരു കോംപ്രമൈസ് ഇല്ല. അത് സത്യമാണ്, അത് നിങ്ങൾ വിശ്വസിക്കണം. പത്രോസ്, നമുക്ക് ഈശോയുടെ കൂടെ നടന്ന അപ്പോസ്തലന്മാര് വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട്, കർത്താവ് ഞങ്ങൾ ആരുടെ പക്കൽ പോകാനാണ്? നിത്യജീവന്റെ വചനങ്ങളുടെ പക്കൽ. അതായത് ഞങ്ങൾ ആരുടെ പക്കൽ പോകാനാണ്? നീ പറയുന്ന വചനം സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും, കാരണം ആർക്കും മനസ്സിലാകില്ല ഈ ദിവ്യകാരുണ്യത്തെ കുറിച്ചുള്ള ഈ ഒരു അപ്പ ഉയർത്തിപ്പിടിച്ചിട്ട് പറയുക ഇത് ഈശോയുടെ ശരീരം എന്ന് പറഞ്ഞ ഇന്നും ഈ കാലഘട്ടത്തിൽ പോലും പലർക്കും മനസ്സിലാകുന്നില്ല. പക്ഷെ ഈശോ പറഞ്ഞു, ഞാൻ ഈ ദിവ്യകാരുണ്യത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ദിവ്യകാരുണ്യത്തെ ഉപേക്ഷിച്ച് പോകുന്നവരുടെ പുറകെ പോകില്ലെന്ന് പിന്നീട് തീരുമാനിച്ചത്. കാരണം ഈശോ പോലെ അവരുടെ പുറകെ പോയിട്ടില്ല. കാരണം നമ്മൾ ഈ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുക. ഈശോയ്ക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ സ്നേഹിക്കാൻ സാധിക്കില്ല. അത്രമാത്രം വലിയ സ്നേഹമാണ് ദിവ്യകാരുണ്യം. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലത്ത് വായിച്ച ഗബ്രിയേൽ അമോർത്തയുടെ ഒരു പുസ്തകത്തില് അദ്ദേഹത്തിന്റെ അനുഭവം ആ മനുഷ്യൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. കാരണം ഈ ബ്ലാക്ക് മാസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഈ ദിവ്യകാരുണ്യം മോഷ്ടിച്ചുകൊണ്ട് പോയി അതിന് ചെയ്യാവുന്ന എല്ലാ വൃത്തികേടുകളും ആ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് ചെയ്ത് ആ ദിവ്യകാരുണ്യത്തെ അപകേളിക്കുന്ന മനുഷ്യർ. ഗബ്രിയേൽ അമോർത്തയുടെ അടുത്ത് ഒരു യുവതി
പിന്നീട് മാനസാന്തരപ്പെട്ടപ്പോൾ അവൾ വന്ന് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: ഞങ്ങൾ ഈ കൂദാശ ചെയ്യപ്പെട്ട ഈ ദിവ്യകാരുണ്യം ഞങ്ങൾ മോഷ്ടിച്ചോണ്ട് പോയിട്ട് ഞങ്ങൾ ഒരു രഹസ്യ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടി ഈ ദിവ്യകാരുണ്യത്തിന് അപകേളിക്കും, തുപ്പും, മറ്റു വൃത്തികെട്ട എല്ലാ കാര്യങ്ങളും ഈ ദിവ്യകാരുണ്യത്തോട് ചെയ്യും. അപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന്, ഈ അപ്പത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകുമായിരുന്നുവെന്ന്. അപ്പോൾ ഞങ്ങൾ വലിയ ആവേശത്തോടെ പിശാചിനെ ആരാധിക്കും, പിശാചിന് സ്തുതികൾ അർപ്പിക്കും. ഒരു പിശാചിന് ശക്തി ഞങ്ങളുടെ മേൽ ആ നിമിഷം ആവഹിച്ചു വരും. പ്രിയപ്പെട്ടവരെ, ഗബ്രിയാമോർത്ത് കൃത്യമായിട്ട് പറഞ്ഞതാ ഈ തിരുവോസ്തിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തിരുരക്തം ഇങ്ങനെ ഒഴുകുമെന്ന്. അതാണ് ഈശോയുടെ ഏറ്റവും വലിയ സ്നേഹമാണ് ദിവ്യകാരുണ്യം. അതിൻ്റെ അപ്പുറത്തേക്ക് ഈശോയ്ക്ക് നമ്മളിനി സ്നേഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈശോ ഉപേക്ഷിച്ച് പോകുന്നവരെ പോലും വേണമെങ്കിൽ ഒരു അത്ഭുതമൊക്കെ കാണിച്ച് ഈശോയ്ക്ക് തടയാം. പക്ഷെ തടയുന്നില്ല, പൊയ്ക്കോട്ടെ. കാരണം പോയ ആൾക്കാർ നമുക്കറിയാം 10,000-കണക്കിന് ആൾക്കാരാ. കാരണം അവർ ഭക്ഷണം പ്രതീക്ഷിച്ച് കടന്നു വന്നവരാ. പക്ഷെ ഉപേക്ഷിച്ച് പോകുന്നവരെ പക്ഷെ തടയുന്നില്ല. പക്ഷെ പറയും, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, അതിനാൽ ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്നേഹിക്കാം. ദിവ്യകാരുണ്യമാണ് ഈശോയുടെ വലിയ സ്നേഹമെന്ന് തിരിച്ചറിയാം. ആ ദിവ്യകാരുണ്യത്തിൽ ചേർന്ന് നമുക്ക് ജീവിക്കാം. ഒരു കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ഉയർത്തുന്ന കാസ